ഇന്നത്തെ ക്ലാസ് കേരള PSCക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ കേരള PSC ഉറപ്പായിട്ടും ചോദിക്കുന്ന കേരള ചരിത്രം എന്ന ഭാഗത്തിലെ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ജനകീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്: പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങളാണ്. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അതപ്പോൾ നമുക്കറിയാം, മമ്മൂട്ടിയുടെ സിനിമ ഉള്ളതുകൊണ്ട് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് ഹേതുവായത്. അപ്പോൾ പഴശ്ശി വിപ്ലവം വരാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകൾ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു വിപ്ലവം ഉണ്ടായത്. അപ്പോൾ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. അപ്പോൾ പഴശ്ശി വിപ്ലവം തന്നെ 2 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണെന്നും രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണെന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ ഈ വർഷം ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 97 വരെ. അപ്പോൾ 93 മുതൽ 97. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800 മുതൽ 1805. അപ്പോൾ നമ്മൾ ആ സിനിമ കണ്ട നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ വിഭാഗമാണ് സഹായിച്ചത്. അതുപോലെ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തുവാണ്. അപ്പോൾ പഴശ്ശി രാജാവിൻ്റെ സൈനാധിപൻ വരുന്നത് കൈത്തേരി അബുവാണ്. അപ്പം പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് വരുന്നത് തലയ്ക്കൽ ചന്തുവും പഴശ്ശി രാജാവിൻ്റെ സൈനാധിപൻ കൈത്തേരി അബുവാണ്. അതുപോലെ വരുന്ന വേറെ ഒരു ചോദ്യമാണ്: ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമാണ്, ഒളിപ്പോർ. അടുത്തത് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളി മലയാണ്. അടുത്തത് വരുന്നത് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ വരുന്നത് കേണൽ ആർത്തർ വെല്ലസിയാണ്. അപ്പോൾ കേണൽ ആർത്തർ വെല്ലസി ഇതിനു മുന്നേ അഞ്ചുതെങ്ങ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പേരാണ്. അപ്പോൾ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. അന്നത്തെ തലശ്ശേരി സബ് കളക്ടറായ തോമസ് ഹാർവേ ബാബറുമായുള്ള ഏറ്റുമുട്ടലിൽ മാവിലത്തോടിൽ വെച്ചാണ് മരണപ്പെട്ടത്. പഴശ്ശി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ഇതിപ്പോൾ ഈ കഴിഞ്ഞ 10th പ്രിലിംസ് വരെ വന്നിട്ടുള്ള ചോദ്യമാണ് കുറിച്യർ ലഹളയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. അപ്പോൾ ഈ പഴശ്ശി കലാപങ്ങൾക്കൊപ്പം തന്നെ ഈ കുറിച്യർ ലഹളയുടെ ഓർത്തിരിക്കുക. ഇത് 1812. അപ്പോൾ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. അപ്പോൾ ഈ കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമായിട്ട് വരുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം വരുന്നത് അഞ്ചുതെങ്ങ് കലാപവും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് 1721. അപ്പോൾ ഈ പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജാവിൻ്റെ സൈനാധിപൻ കൈത്തേരി അബുവാണ്. പഴശ്ശി നടത്തിയ യുദ്ധ പോരാട്ടം ഗറില്ല യുദ്ധമായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം വരുന്നത് പഴശ്ശി
പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വരുന്നത് കേണൽ ആർത്തർ വെല്ലസിയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ കുറിച്യർ ലഹള 1812-ലാണ്. ഇതിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അടുത്തത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ അതുകൂടി ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് PSCക്ക് മാത്രമല്ല SSC അതുപോലെ RRBക്ക് വരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 1924 മാർച്ച് 30-ന് പുലയ, ഈഴവ, നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ വരുന്നത് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോനാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനടയാണ്. 1923-ലാണ്. പ്രമേയം പാസ്സാവാൻ മുൻകൈ എടുത്തത് TK മാധവനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളിൽ TK മാധവനുണ്ട്. ഇനി വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്നറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്ഥലം വൈക്കമാണ്. പുരട്ചി, വിടുതല എന്നീ വാരികകളുടെ സ്ഥാപകൻ EV രാമസ്വാമി നായ്ക്കറാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടറി ക്യാപ്റ്റൻ AK ഗോപാലനാണ്, AKG ആണ്. K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നാണ്. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. ഈ മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച മദിരാശി ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നത് 1947-ലാണ്. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണൻ അല്ലാത്ത വ്യക്തി P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനിയാണ്.